സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 5 മാസമേ ആയിട്ടുള്ളൂ. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, തിരുവചനം വായിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കത്തോലിക്ക വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട്, കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട്, അങ്ങനെ തിരുവചനം വായിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ POC ബൈബിൾ വായിച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അന്ന് സത്യവേദ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. അങ്ങനെ അത് വായിച്ചിട്ടാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. പിന്നീട് വചനങ്ങളെ പഠിക്കുകയും ആ വചനങ്ങളെ പഠിച്ചപ്പോൾ ഒത്തിരി വൈരുദ്ധ്യാത്മക ചിന്തകൾ ഞാനായിരുന്ന സഭ പഠിപ്പിക്കുകയും അതെല്ലാം വചനാടിസ്ഥാനത്തിൽ പരിശോധിച്ച് അത് മനസ്സിലാക്കാൻ ഇടയാവുകയും ചെയ്തപ്പോൾ ദൈവവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിക്കണം, അത് രണ്ടും രണ്ട് ദൈവിക പദ്ധതികളെ തരംതിരിച്ച് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഈ റൈറ്റ് ഡിവിഷൻ കൃത്യമായിട്ട് ഒന്നും കൂടി പഠിക്കുവാൻ 4-5 വർഷങ്ങളെടുത്ത് അത് പിന്നെയും പഠിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ വെളിച്ചത്തിലാണ്, ദൈവം തന്ന പ്രകാശത്തിന് ഒത്തവണ്ണമാണ് ഞാൻ ഇത് ലോകത്തോട് അറിയിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അങ്ങനെ ഇത് 4 മാസക്കാലം മുന്നോട്ട് പോയപ്പോൾ വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് 6-ന്റെ 2-ാം വാക്യത്തിൽ കാണുന്ന വെള്ളക്കുതിര ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ജയത്രയാത്രയാണെന്നും, അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്, ആൻറ്റി ക്രൈസ്റ്റ് അല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ ഞാനതൊരു ക്ലാസ് ഇടുവാനിടയായിത്തീർന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സഹോദരി ഓമന സിസ്റ്ററും ഈ വിഷയത്തിൽ വളരെ ആഴമായ അറിവോടുകൂടെ ദൈവം ഇത്തരത്തിൽ തന്നെ ട്രെയിൻ ചെയ്ത് വ്യക്തിപരമായിട്ടുള്ള പഠനത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഈ കാഴ്ചപ്പാട് ലോകത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രിയ ജോസങ്ങളും ഞങ്ങൾ 3 പേർ ഒരുമിച്ച് ഈ സുവിശേഷത്തിന് ഈ ലോകം ആരും തന്നെ പറയാത്ത ഒരു സത്യം ഇന്ന് വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ 3 ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമനപ്പെട്ട് ഈ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയ സഹോദരൻ നദീഷ് ബ്രദർ, ഞാനും അദ്ദേഹവും വളരെ നല്ല സൗഹൃദ ബന്ധത്തിലായിരുന്നു, ഇപ്പോഴുമാണ്. എങ്കിലും പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഉദാഹരണത്തോടു കൂടെ ഞാനും നദീഷ് ബ്രദറും തമ്മിലുള്ള ഈ വിഷയത്തെ എങ്ങനെ കാണണമെന്ന് എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ പ്രസംഗത്തിനെതിരെ അദ്ദേഹം 2-3 വീഡിയോസുകൾ ഇടുകയും ഒരു സഹോദരനും സഹോദരിയും ഇങ്ങനെ തെറ്റായി പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയുവാനിടയായിത്തീർന്നു. ഞാനൊരു വാക്യം വായിക്കാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ് അവൻ്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. നീയും അവനെക്കുറിച്ച് കരുതലോടെ ഇരിക്കണം, കാരണം അവൻ നമ്മുടെ വാക്കുകളെ ശക്തിപൂർവം എതിർത്തവനാണ്. എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കാതിരിക്കട്ടെ. എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതിയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടുന്ന് എനിക്ക് നൽകി. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷപ്പെട്ടു. പൗലോസിൻ്റെ ജീവിതകാലത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ പൗലോസ് ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദ്രോഹം ചെയ്തുവെന്ന് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുകയാണ്. കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, നീയും അവനെക്കുറിച്ച് വളരെ കരുതലോടെ ഇരിക്കണം, കാരണം അവൻ നമ്മുടെ വാക്കുകളെ ശക്തിപൂർവം എതിർത്തവനാണ്. അതാണ് വിഷയം. ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങളെ പറയുമ്പോൾ ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ വളരെ എതിർത്ത് നിന്ന് ദ്രോഹം ചെയ്തതുപോലെ ഉള്ളൊരു പ്രവൃത്തിയാണ് പ്രിയ നദീഷ് ബ്രദർ ഇപ്പോൾ എന്നോടും ഓമന സിസ്റ്ററിനോടും ജോസങ്ങളിനോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം താങ്കളോട് ഇടപെടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞാനത് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ തന്നെ എല്ലാ വിജാതികളോടും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടുന്ന് എനിക്ക് നൽകി. ലോകം മുഴുവനോടും സത്യം പറയുവാൻ, വചനം പറയുവാൻ പൗലോസിന് ദൈവം കൃപ കൊടുത്തു എന്ന് പറയുന്നത് പോലെ ഒരർത്ഥത്തിൽ ഈ എളിയവനും ദൈവം ആ കൃപ തന്നിരിക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഈ ചെറിയൊരു മൊബൈലിൽ കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ, ഈ സുവിശേഷം പറഞ്ഞ് ഇന്ന് ലോകത്തുള്ള അനേകർ, ഒരുപക്ഷെ അമേരിക്കയിലുള്ളവർ പോലും UK പോലും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഈ സുവിശേഷം എത്തിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ വാക്യം എന്നിലും നിവർത്തിക്കുകയാണ്. എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതിയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കേണ്ടതിന് വേണ്ട ശക്തി അവിടുന്ന് എനിക്ക് നൽകി.
അപ്പോൾ വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തന്നെയുമല്ല, വിജാതീയർ കേൾക്കത്തക്ക വേണം, എല്ലാ വിജാതീയരും കേൾക്കത്തക്ക വേണം സുവിശേഷം പറയാൻ ദൈവം ഒരു കൃപ പൗലോസിന് കൊടുത്തു, ശക്തീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൃപയാലാണ് മറ്റൊരു സംഘടനയുടെയോ മറ്റൊരു സഭയുടെയോ മറ്റൊരു വ്യക്തിയുടെയോ സഹായം കൂടാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷം പറയുവാൻ, സ്വന്തമായി അധ്വാനിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ച് ഈ സുവിശേഷ ലോകത്തിൻ്റെ അറ്റം വരെ എത്തിക്കുവാൻ ദൈവം എനിക്കിന്ന് കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയ നദീഷ് ബ്രദർ, ഈ ചെമ്പുപണിക്കാരനായ അലക്സാണ്ടറിനെ പോലെ പൗലോസിന് വളരെ ദ്രോഹം ചെയ്ത മനുഷ്യനായിരിക്കുന്നത് പോലെ എനിക്ക് മോമന സിസ്റ്ററും ഈ ശുശ്രൂഷയ്ക്കും ഇപ്പോൾ ഒരു വിലങ്ങുതടിയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടിയാണ് ദൈവവചനം. പണ്ട് നമുക്ക് പല തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. കത്തോലിക്ക സഭയിലായിരുന്നപ്പോഴും പെന്തക്കോസ്തിലായിരുന്നപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഇന്നും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില തെറ്റിദ്ധാരണകൾ, നമ്മുടെ കുറവ് കൊണ്ട് ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുറവ് കൊണ്ട് മനസ്സിലാക്കിയതിൽ ചില ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ട്. ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരു ടീച്ചർ അത് പഠിപ്പിക്കുമ്പോൾ ആ ടീച്ചർ കൃത്യമായി പഠിപ്പിച്ചു, പക്ഷേ 50 കുട്ടികൾക്കും 50 തരത്തിലാണ് മനസ്സിലായത്. ചിലർക്ക് 10 മാർക്ക് കിട്ടി, ചിലർക്ക് 40 മാർക്ക് കിട്ടി, ചിലർക്ക് 50 മാർക്ക് കിട്ടി. അപ്പോൾ 50 മാർക്ക് കിട്ടിയവൻ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് 50 മാർക്ക് കിട്ടിയത്. ചിലരത് 10 മാർക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അത് പഠിപ്പിച്ച ടീച്ചറിൻ്റെ കുറ്റമല്ല, അവിടെ കേട്ടിരുന്ന സ്റ്റുഡൻസിൻ്റെ ആ കഴിവില്ലായ്മയാണ് അവിടെ അവർക്ക് പരാജയങ്ങളും ഉണ്ടാക്കി കൊടുക്കുവാനിടയായിത്തീരുന്നത്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ചിലർക്ക് ഈ സത്യം മനസ്സിലാകുന്നു, ചിലർക്ക് സത്യം മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കി പോകുന്നു. അല്ലേ, ചില ഉത്തരങ്ങൾ തെറ്റായി എഴുതി വയ്ക്കും. അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് അത് ശരിയായി തന്നെയാണ് പഠിപ്പിച്ചത്. കേട്ട് ഗ്രഹിക്കുന്നതിൽ നമുക്ക് പാകപ്പിഴ വന്നു. അപ്പോൾ കേട്ട് ഗ്രഹിക്കുന്ന ഞങ്ങൾ ഇത് പറയുമ്പോൾ കേട്ട് ഗ്രഹിക്കാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാത്ത നിങ്ങളത് തെറ്റാണെന്ന് പറയുന്നത് ഇവിടെ ഇതാ പൗലോസിനോട് എതിർത്ത് നിന്ന ഈ അലക്സാണ്ടറിനെ പോലെയാണ്. പൗലോസ് തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ സത്യമാണ് പറഞ്ഞത്. അതിനോട് എതിരിടുമ്പോൾ ആ പൗലോസിനെ അല്ലെങ്കിൽ ദൈവത്തെയാണ് എതിരിടുന്നത്. സാമുവേലിനോട് പറഞ്ഞതുപോലെ അവർ നിന്നെയല്ല എതിർത്തത്, എന്നെയാണ് എതിർത്തത് എന്ന് ദൈവം പറയുന്നത് പോലെയുള്ളൂ. നദീഷ് ബ്രദർ, എന്നെയോ ഓമന സിസ്റ്ററെയോ അല്ല നിങ്ങൾ വിമർശിക്കുന്നത്, ദൈവവചനത്തിനെതിരായിട്ടാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. കാരണം താങ്കളെ സ്നേഹിക്കുന്നവർ, താങ്കളുടെ ഫാൻസൊക്കെയും താങ്കൾ പറയുന്നത് കേൾക്കുവാൻ സന്നദ്ധരാണ്. അതുകൊണ്ട് താങ്കൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാനുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ റോമിലിരിക്കുന്ന മാർപ്പാപ്പ പറഞ്ഞാൽ 120 കോടി ജനം വരുന്ന കത്തോലിക്കർക്ക് അതാണ് വേദവാക്യം. അതുകൊണ്ട് പുരോഹിതനായ ഈ മാർപ്പാപ്പ പറയുന്നത് അവർ കേൾക്കുകയുള്ളൂ. ഞാൻ ഈ എളിയവൻ സത്യം വിളിച്ചു പറഞ്ഞാൽ അവർ കേൾക്കണമെന്നില്ല. എങ്കിലും സത്യം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർ അത് കേൾക്കുകയും ചെയ്യും. ഒരു ചെറിയ ഗണം ഈ പറയുന്ന സുവിശേഷം കേട്ട് സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ വിളിക്കുന്നുമുണ്ട്, സംസാരിക്കുന്നുമുണ്ട്. പലവിധ സഭാവിഭാഗങ്ങളിൽ, ഒരു സഭയിൽ നിന്നല്ല, എല്ലാ സഭാ വിഭാഗങ്ങളിൽ നിന്നും പല പ്രിയപ്പെട്ടവരും ഞങ്ങളെ വിളിച്ച് ഈ സന്തോഷം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ പരിമിതിയുണ്ട്. ഇത് പുറത്തേക്ക് പറയാനോ, ഒരു ലൈക്ക് അടിക്കാനോ, ഒരു ഷെയർ ചെയ്യാനോ, കമൻ്റ് അടിക്കാനോ അവർക്ക് അതിൻ്റെതായ ഭയമുണ്ട്. കാരണം അവർ ആ നിൽക്കുന്ന സഭ അവരെ വിലക്കുകയും പുറത്താക്കുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് രഹസ്യ ശിഷ്യന്മാരായിരിക്കുന്ന അനേകർ ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് പ്രിയ സഹോദരൻ മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ തന്നെ എതിർ ക്രിസ്തു എന്നുള്ളൊരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു. വെളിപ്പാട് 6:2 വരുന്ന എതിർ ക്രിസ്തു, അത് എതിർ ക്രിസ്തു ആണെന്ന് നദീഷ് ബ്രദർ പറയുന്നു. ഞാൻ പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് എന്ന്, അല്ലെങ്കിൽ ദൈവവചനം പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? നമുക്ക് എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 1-2 വാക്യങ്ങളെ നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കാം. ദാനിയേൽ 9:27, നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു, ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായ ഉടമ്പടി ഉണ്ടാക്കും, പകുതി ആഴ്ചത്തേക്ക് ബലിയും കാഴ്ചകളും അവൻ നിരോധിക്കും, ദേവാലയത്തിൻ്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും, ദൈവമൊരുക്കിയ വിധി വിനാശകൻ്റെ മേൽ പതിക്കുന്നതുവരെ അത് അവിടെ നിൽക്കും. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ചത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:15 വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ തന്നെ ഞാൻ വായിച്ചത് POC ബൈബിളിൽ നിന്നും കൂടി ചേർത്താണ് വായിച്ചത്. ഒരു വാക്യം കൂടി വായിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ പൗലോസിൻ്റെ വാക്കുകളാണ്. സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് അവൻ ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള ശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ
അവനെ നാമവിശേഷമാക്കുകയും ചെയ്യും. തന്നെയുമല്ല, സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതിയോടും കൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ഇവിടെ എതിർക്രിസ്തുവിനെ കുറിച്ച് ദാനിയേലും കർത്താവായ യേശു ക്രിസ്തുവും പൗലോസും പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. എതിർക്രിസ്തുവിൻ്റെ ആ രംഗപ്രവേശനം ഒരു 7 വർഷത്തേക്ക് മാത്രമാണ് എന്നുള്ളതും, അപ്പോൾ തന്നെ 7 വർഷത്തിൻ്റെ പകുതിയിലാണ് അവൻ പൂർണ്ണ ശക്തിയോടുകൂടെ ഈ ലോകത്തിൽ ഭരണം കാഴ്ചവെക്കുന്നതും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും ദാനിയേലും അപ്പോൾ തന്നെ പൗലോസും ഇവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ വെളിപ്പാടിൽ യോഹന്നാൻ ഈ കാര്യത്തെക്കുറിച്ച് സവിസ്തരം പറഞ്ഞിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ നിയമ പ്രവചനങ്ങളിൽ കീറിയിട്ടിരിക്കുന്ന ഒരു അവ്യക്തമായ മുഖം ദൈവം വളരെ കൃത്യതയോടും ക്രമമായും അത് ഒട്ടിച്ചു ചേർത്ത് പുതിയ വെളിപ്പാടോടുകൂടെ യോഹന്നാൻ അത് കൊടുത്തപ്പോൾ എതിർ ക്രിസ്തു ആരെന്നും അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപം എന്തെന്നും കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായൊരു ചിത്രം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, എതിർ ക്രിസ്തുവിന് 7 വർഷമാണ് ആകെയുള്ള കാലാവധി. അതിൽ ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള 3.5 വർഷമാണ്, അവസാനത്തെ സെക്കൻഡ് ഹാഫ് 3.5 വർഷമാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം അല്ലെങ്കിൽ അവൻ്റെ സാത്താന്യ ശക്തിയോടുകൂടി ഭരിക്കുന്നത് എന്നുള്ളത് നമുക്ക് യോഹന്നാൻ എഴുതിയ വെളിപ്പാടിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വെള്ളക്കുതിര എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ചാക്ക് കപ്പലണ്ടിയുമായി വരേണ്ടത് ആവശ്യമുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇനി അനേകം നാളുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഈ കപ്പലണ്ടിയൊക്കെ കുറിച്ചിരിക്കേണ്ട ഒരു ഗതികേടുള്ളൊരു ആൻറ്റിക്രൈസ്റ്റിനെയാണ് 6:2 പറയുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അവിടെ ഈ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഈ 6:2 എതിർ ക്രിസ്തു വന്നു കഴിഞ്ഞാൽ അവന് എന്തൊക്കെ കാത്തിരിക്കണം? ഇവിടെ 1-ാം മുദ്ര, 2-ാം മുദ്ര, 3-ാം മുദ്ര, 4-ാം മുദ്ര, 5-ാം മുദ്ര, 6-ാം മുദ്രയും കാത്തിരുന്നതിന് ശേഷം 7-ാം മുദ്രയും പൊട്ടിച്ചതിന് ശേഷം അതിൽ അകത്തുള്ള 7 കാഹളങ്ങളുള്ള ദൂതന്മാരുടെ 6-ാമത്തെ കാഹളം വരെ ഈ മനുഷ്യൻ കാത്തിരിക്കണം. കാരണം അവിടെയാണ്, ഈ 6-ാമത്തെ കാഹളത്തിലാണ് ഈ 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നതും അതിനുശേഷം ബലവാനായൊരു ദൂതൻ വന്ന് അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തോടുള്ള ബന്ധത്തിൽ അവിടെ പണി കഴിപ്പിക്കുന്നതും നമുക്കറിയാം. ബാബേൽ പ്രവാസത്തിന് ഒടുവിൽ ജനം ബാബേൽ പ്രവാസത്തിന് കഴിഞ്ഞ് ഇസ്രായേലിലേക്ക് മടങ്ങി വന്നപ്പോൾ സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ അവിടെ കോരശിനോടും അല്ലെങ്കിൽ അന്നത്തെ ലോക നേതാക്കന്മാരുടെയും ഒരു കൂട്ടായ്മയോടുകൂടി അല്ലെങ്കിൽ വിവിധമായിട്ടുള്ള ഉടമ്പടിയോടുകൂടി അവിടെ ഒരു ദേവാലയം പണിതതുപോലെ തന്നെ ഇവിടെ ഈ ലോകമഹായുദ്ധത്തിന് ശേഷം ഈ എതിർ ക്രിസ്തുവാവാൻ പോകുന്ന ഈ വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അധികം പേരും പ്രശസ്തിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായി വന്നങ്ങനെ ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഉണ്ട് എങ്കിൽ പോലും അവന് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 2 സാക്ഷികൾ 3.5 വർഷം ശുശ്രൂഷ തികച്ചതിന് ശേഷം മാത്രമാണ് അവരെ കൊല്ലുന്നൊരു മൃഗമായി അവൻ കടന്നു വന്ന് അതിനുശേഷം 42 മാസം, വെളിപ്പാട് 13:5 പറയുന്നു 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു എന്ന് പറയുമ്പോൾ 3.5 വർഷമാണ് അവൻ അധികാരമുള്ളൂ. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ അവനെ പിടിച്ച് തീപ്പൊയ്കയിൽ തള്ളുന്നതും വെളിപ്പാട് 19-ാം അധ്യായത്തിൽ നമുക്ക് 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ആഴത്തിൽ നിന്ന് കയറി വരുന്ന ഈ മൃഗം പൂർണ്ണ ശക്തി പ്രാപിച്ച് ഇവൻ ഈ ഒരു പൈശാചിക വ്യക്തിയാകുന്നത് എന്ന് ചോദിച്ചാൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. 7-ാം വാക്യത്തിൽ വായിക്കുകയാണ്, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. അപ്പോൾ മിഖായേൽ, തൻ്റെ ജനത്തിന് തുണ നിൽക്കുന്ന മിഖായേൽ എഴുന്നേൽക്കുമെന്ന് ദാനിയേൽ പറഞ്ഞിരിക്കുന്ന ആ മിഖായേൽ എഴുന്നേൽക്കുന്നത് വെളിപ്പാട് 12-ാം അധ്യായത്തിലാണ്. അങ്ങനെ മിഖായേൽ എഴുന്നേറ്റ് സ്വർഗത്തിലൊരു യുദ്ധമുണ്ടാകുന്നു. സ്വർഗത്തിൽ നിന്നും സാത്താനെ വെട്ടി ഭൂമിയിലിടുകയാണ്. ഭൂമിയിലിടുന്ന സമയത്ത് താഴെ ആരുണ്ട്? 2 സാക്ഷികളെ, 2 പ്രവാചകന്മാരെ കൊന്നു നിൽക്കുന്ന, ജെറുസലേം ദേവാലയം പണിക്ക് ശേഷം അവിടെ ആലയത്തിൻ്റെ മുൻപിൽ നിന്ന് പ്രവചിക്കുന്ന 2 വ്യക്തികളെ 3.5 വർഷം കഴിയുമ്പോൾ കൊന്നു നിൽക്കുന്ന, താരപദവി എടുത്തു നിൽക്കുന്ന ഈ പൈശാചിക വ്യക്തി അല്ലെങ്കിൽ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിൻ്റെ മുകളിൽ ഈ സാത്താൻ കയറുകയാണ് എന്ന് പറഞ്ഞാൽ വെളിപ്പാട് 12-ന്റെ 3-ാം വാക്യം,
സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അപ്പോൾ ഇവൻ്റെ തലയിൽ 10 കൊമ്പും 7 തലയും 10 കൊമ്പും ഉണ്ട് എന്നിവിടെ പറയുന്നു. ആ വിശേഷണം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ സാത്താനിൽ കണ്ട വിശേഷണം മുഴുവനും ഇവിടെ ഇതാ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന, ഈ ആഴത്തിൽ നിന്ന് കയറി വന്ന ഈ മൃഗം, അവൻ്റെ മേലിവൻ സാത്താൻ പ്രവേശിച്ചപ്പോൾ സാത്താൻ്റെ അധികാരവും മുഴുവനും, ഇവൻ്റെ അധികാരവും സാത്താൻ്റെ അധികാരവും കൂടി ഒന്നിക്കുമ്പോഴാണ് ഇവിടെ ഈ സാക്ഷാൽ എതിർ ക്രിസ്തുവായി ഇവൻ രംഗപ്രവേശം ചെയ്യുന്നത്. ഇവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ വ്യാജമായ അടയാളങ്ങൾ പ്രവർത്തിക്കാനും ആകാശത്തു നിന്ന് തീയിറക്കാനും ഒക്കെ കാണിച്ചുകൊണ്ട് ഇവൻ ലോകത്തെ സകല ജനത്തെയും വഴിതെറ്റിക്കും എന്നുള്ളത് ഇവിടെ യോഹന്നാൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ ദാനിയേലും കർത്താവായ യേശു ക്രിസ്തുവും പൗലോസും വളരെ വ്യക്തമായി എതിർ ക്രിസ്തു അനേകരെ തെറ്റിച്ചു കളയും എന്നുള്ളത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവനാകെ ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷം ഒരു 7 വർഷത്തെ കാലമേ ഇവനുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, 13-ാം അധ്യായത്തിൽ ഇവൻ 3.5 വർഷം ഭരിക്കും എങ്കിൽ എവിടെയാണ് ഈ 7 വർഷം ആരംഭിക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നിരിക്കുന്ന 70-ാം ആഴ്ചവട്ടം അല്ലെങ്കിൽ 7 വർഷത്തിൻ്റെ അവസാന 7 വർഷം എവിടെ ആരംഭിക്കുന്നു? റാപ്ചറിന് ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങൾക്കൊടുവിൽ ശക്തനായൊരു ദൂതൻ്റെ സഹായത്തോടുകൂടെ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ആ ഒരു ഉടമ്പടിയോടുകൂടെ ഈ 3-ാം ലോക മഹായുദ്ധത്തിന് ശേഷം, വെളിപ്പാട് 9:15 പറയുന്ന 3-1 മരിക്കുന്ന ലോക മഹായുദ്ധത്തിന് ശേഷം അവിടെ ഇസ്രായേലിനായിരിക്കും വിജയം. അങ്ങനെ ഇസ്രായേൽ ജയിക്കുമ്പോൾ പലവിധ ഉടമ്പടിയോടുകൂടെ ഒരു ആഴ്ചവട്ടത്തേക്ക് അവൻ പലരോടും നിയമം കഠിനമാക്കുമെന്നുള്ള ദാനിയേൽ 9:27 വാക്യം പ്രകാരം ഇവിടെ ഇതാ ഇവൻ പലരോടും ഉടമ്പടി ഒപ്പുവെച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ ക്രമീകരിച്ച് ഇസ്രായേൽ ഒരു ആലയം പണിയുമ്പോൾ ആ ആലയത്തിലേക്ക് വരുന്ന ഇസ്രായേലിനോട് പണ്ട് പെന്തക്കോസ്ത് ദിനത്തിൽ പത്രോസും കൂട്ടരും എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചതുപോലെ അവിടെ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന ജെറുസലേം നിവാസികളോടും അല്ലെങ്കിൽ പുറത്തു നിന്ന് വന്ന 15ഓളം ദേശങ്ങളിൽ നിന്ന് വന്ന യഹൂദന്മാരോടും ഭക്തരോടും സുവിശേഷം പ്രസംഗിച്ചതുപോലെ പത്രോസ് പറഞ്ഞതുപോലെ ഇവിടെ ഇതാ 2 സാക്ഷികൾ അവരുടെ മുറ്റത്ത് നിന്ന് പ്രസംഗിക്കും. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ 3.5 വർഷം ഇവർ അമാനുഷികമായി ശുശ്രൂഷ ചെയ്യും. പണ്ട് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ അവിടെ എല്ലാം ദൂതന്മാർ വന്ന് കാരാഗ്രഹം തുറന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ പ്രവാചകന്മാരെ 3.5 വർഷം തൊടുവാൻ കഴിയില്ല. ലോകത്തിൽ ആര് ചിന്തിച്ചാലും തൊടാൻ കഴിയില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ തലവേദനയായി തീരുന്ന 2 പ്രവാചകന്മാർ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ ശുശ്രൂഷ തികപ്പാതെ ഇവിടെ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ, എൻ്റെ സമയമാകുന്നതിന് മുൻപ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഈ 2 സാക്ഷികളുടെ പ്രവർത്തനം അത് പൂർത്തീകരിക്കുമ്പോഴാണ് ഇവന് കൊല്ലുവാനുള്ള അധികാരം കിട്ടുന്നത്. ഇവരെ കൊന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പക്ഷേ അവരുടെ ശവസംസ്കാരം പോലും നടത്താതെ ആ ജെറുസലേം തൻ്റെ കർത്താവ് മരിച്ച ആ മണ്ണിൽ തന്നെ ഇവർ കിടക്കും. അവരെ നോക്കി പരിഹസിച്ചും അല്ലെങ്കിൽ ഇവരെ കൊന്നതിൻ്റെ സന്തോഷം കൊണ്ട് പരസ്പരം സമ്മാനങ്ങളൊക്കെ കൈമാറി ഈ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ആഘോഷിക്കും. അതൊക്കെ നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ അന്നത്തെ ദിവസം വരും. നമ്മളെ കഷ്ടപ്പെടുത്തിയ 2 പ്രവാചകന്മാർ, ഇസ്രായേലിൻ്റെ ആലയത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിച്ച 2 പ്രവാചകന്മാരെ ഇതാ നമ്മുടെ ഈ ആഴത്തിൽ നിന്ന് കയറി വരുന്ന ഈ മൃഗം, ഈ വലിയ നേതാവ്, ഇവനെപ്പോലെ ആരുണ്ട്, ഇവൻ ദേ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ അങ്ങോട്ട് പ്രശംസിച്ച് താരപദവി മുഴുവനും കൊടുത്ത് തുടർന്നുള്ള 3.5 വർഷം എന്ന് പറഞ്ഞാൽ ഈ സാത്താൻ മിഖായേൽ എഴുന്നേറ്റ് സാത്താനെ വെട്ടിയിട്ട് കഴിയുമ്പോൾ സാത്താൻ്റെ അധികാരം കൂടി വന്നു കൊടുക്കുന്നത് ഈ വ്യക്തിക്കായിരിക്കും. അങ്ങനെ ഇവൻ ഒരു അമാനുഷിക വ്യക്തിയായി സകല മനുഷ്യരെയും വഞ്ചിക്കുന്ന അടയാളങ്ങൾ കാണിക്കുന്ന ഒരു മനുഷ്യനായി തീരും. അതുകൊണ്ടാണ് പൗലോസ് 2 തെസ്സലോനിക്ക ലേഖനം 2:11-12 പറയുന്നത്, അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. മനസ്സിലായോ? തന്നെയുമല്ല ആ അധർമ്മമൂർത്തി അല്ലെങ്കിൽ സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം, കേട്ടോ, അവിടെയും പൗലോസ് പറയുകയാണ് സാത്താൻ്റെ പ്രവർത്തനത്താലാണ്. കാരണം മിഖായേൽ വെട്ടിയിട്ട സാത്താൻ ഇപ്പോൾ ഈ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിൽ കയറി. അപ്പോഴാണ് അവന് 10 കൊമ്പും അല്ലെങ്കിൽ ഈ പറഞ്ഞ 7 തലയുമുള്ള ആ മഹാസർപ്പത്തിൻ്റെ അധികാരത്തോടു കൂടി ഇവൻ പ്രവർത്തിക്കുമ്പോഴാണ് ഇവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ കഴിയുന്നത്. ഇന്ന് സംഭവിക്കുന്ന പല അടയാളത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും പിറകെ ഇവിടെ പൗലോസ് പറയുന്ന പോലെ അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വ്യാജമായ അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ കണ്ട് സത്യസുവിശേഷം വേണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ ഓടുന്നത്. എന്നാൽ അവനെ തടുത്തു നിർത്തിയിരിക്കുന്നവർ വഴിയിൽ നിന്ന് മാറണം, എങ്കിൽ മാത്രമാണ് അവൻ വെളിപ്പെടുകയുള്ളൂ. ഇവനെ തടുത്തു നിർത്തിയിരിക്കുന്ന ആരാണ്? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഇവിടുന്ന് മാറിയാൽ മാത്രമാണ് അവന് രംഗപ്രവേശനം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് പൗലോസോട് വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും
സഭ 7 വർഷത്തെ പീഡയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നുവെങ്കിൽ അത് വളരെ തെറ്റാണ്. അതിന് മുൻപേ നമ്മളെ ഈ കഷ്ടതയിൽ നിന്നും കർത്താവ് റാപ്ചറാക്കി നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇനിയിപ്പോൾ 6-ാം അധ്യായത്തിലാണ് വെളിപ്പാട് 6:2 എതിർ ക്രിസ്തു വരുന്നതെങ്കിൽ നമുക്ക് ഒരു കാര്യമൊന്ന് ചിന്തിക്കാം. ഞാനിപ്പോൾ ചിന്തിപ്പിച്ചത് 7 വർഷം മാത്രമാണ് എതിർ ക്രിസ്തുവിന് കാലാവധിയുള്ളൂ. എന്നാൽ ഇവർ പറയുന്ന എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത് 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കത്തിൽ ഒരു ചെറിയൊരു കണക്ക് കൂട്ടിത്തരാം. അതായത് 9-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ ദൂതന് ഓതുമ്പോൾ, അല്ലെങ്കിൽ 5-ാമത്തെ ദൂതന് ഓതുമ്പോൾ 5 മാസം ദണ്ഡിപ്പിക്കുന്ന വെട്ടുകിളി ബാധ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം 6-ാം ദൂതന് ഓതുമ്പോൾ ആണ് 3-ാം ലോക മഹായുദ്ധം, 13 മാസം നീണ്ടു നിൽക്കുന്ന ഒരു മഹായുദ്ധം. അപ്പോൾ 13-5 18 മാസം കഴിഞ്ഞു. 18 മാസവും ഈ എതിർക്രിസ്തു ഇവിടെ ഉണ്ടെങ്കിൽ അവന് 18 മാസക്കാലം, 1.5 വർഷം ഇവിടെ കഴിഞ്ഞു. അതിനുശേഷം 3.5 വർഷം 2 സാക്ഷികൾ പ്രവചിക്കും. അപ്പോൾ 3.5-യും 1.5-യും 4.5. അതിനുശേഷം 3.5 വർഷം ഇവനും സാത്താൻ്റെ ശക്തിയാൽ ഇവൻ ഇവിടെ പ്രവർത്തിക്കും. അപ്പോൾ 3.5-യും 3.5-യും 1.5-യും കൂട്ടുമ്പോൾ 8.5 വർഷത്തെ കണക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എതിർക്രിസ്തു, ഇവർ പറയുന്ന എതിർക്രിസ്തു ചുരുക്കത്തിൽ ഇപ്പോൾ കണക്കുകൾ നോക്കിയപ്പോൾ 8.5 വർഷം ശുശ്രൂഷിക്കുന്നതിനായിട്ടാണ് ഇവിടെ കാണുന്നത്. 6-ാം അധ്യായത്തിലാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ. അപ്പോൾ കാരണം 5 മാസത്തെ വെട്ടുകിളിപ്പീഡ, അതിനുശേഷം വരുന്ന 3-ാം ലോക മഹായുദ്ധം, അപ്പോൾ തന്നെ 1.5 വർഷം അവിടെ പിന്നിട്ടു. പിന്നെ 3.5 വർഷം 2 സാക്ഷികൾക്ക് ശുശ്രൂഷ, 3.5 വർഷം എതിർക്രിസ്തുവിന് ശുശ്രൂഷ. അപ്പോൾ എത്ര വർഷമായി? അപ്പോൾ കണക്കുകളൊന്നും ടോട്ടാലിറ്റിയിൽ ശരി വരുന്നില്ല. കണക്കുകൾ മൊത്തത്തിൽ തെറ്റുകയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള കണക്കിൽ കിട്ടണമെങ്കിൽ ഇവൻ ഒരാഴ്ച വട്ടത്തേക്കാണ് നിയമം കഠിനമാക്കുന്നതെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഹാഫ് 3.5 വർഷം മാത്രമാണ് അവന് പൂർണ്ണശക്തിയോടെ ഉള്ള ഭരണമുള്ളൂ. ഒടുവിൽ കർത്താവായ യേശുക്രിസ്തു വെളിപ്പാട് 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് ഈ എതിർക്രിസ്തുവിനെ കുറിച്ച്, ഈ ലോകത്തെ വഞ്ചിച്ച ഇവനെ കള്ളപ്രവാചകനെയും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കള്ളപ്രവാചകനെയും ഈ എതിർക്രിസ്തുവിനെയും ഗന്ധകം കത്തുന്ന തീപ്പോയിലേക്ക് തള്ളിയിടും. സാത്താൻ 1000 വർഷത്തേക്ക് ബന്ധിച്ചിടും. കർത്താവ് 1000 വർഷം ഇവിടെ രാജ്യം സ്ഥാപിക്കും. നിർത്തിവെച്ചിരിക്കുന്ന യഹൂദൻ്റെ പദ്ധതി പൂർത്തീകരിച്ച് അവർക്ക് 7000 വർഷത്തെ, അല്ലെങ്കിൽ 7000-ാമത്തെ വർഷത്തെ ആ ശബത്ത് വിശ്രമത്തിലേക്ക് അവരും കടക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, മൊത്തത്തിലുള്ള ആകെത്തുകയിലും ടോട്ടാലിറ്റിയിലും അത് പഠിക്കുമ്പോൾ അത് കൃത്യമായി പഠിക്കണം, അല്ലെങ്കിൽ ടാലി ആവുകയില്ല, അത് തെറ്റിപ്പോകാനിടയായിത്തീരും. അതുകൊണ്ട് 7 വർഷം എന്നുള്ള കണക്ക് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? 7 വർഷം മാത്രമാണ് എതിർ ക്രിസ്തുവിന് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വരുന്നത് എന്നിത്യാദി ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തന്നാൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്രസ്താവനയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഞാൻ സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രിയമുള്ളവർ ചിന്തിക്കണം. അപ്പോൾ തന്നെ ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു, കർത്താവ് അവൻ്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും, നീയും അവനെക്കുറിച്ച് കരുതലോടെ ഇരിക്കണം, കാരണം അവൻ നമ്മുടെ വാക്കുകളെ ശക്തിപൂർവ്വം എതിർത്തവനാണ്. പൗലോസിന് പോലും എതിരാളികളുണ്ടായിരുന്നു. തന്നെയുമല്ല, എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തിലായിരുന്നു. പൗലോസ് സത്യമല്ലേ പറഞ്ഞത്? ദൈവത്തിൻ്റെ വെളിപ്പാടല്ലേ പറഞ്ഞത്? അനാദികാലം മറഞ്ഞിരുന്ന വെളിപ്പെട്ട സത്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? കൃപയാലുള്ള രക്ഷയല്ലേ അദ്ദേഹം പറഞ്ഞത്? 13 ലേഖനങ്ങളല്ലേ ദൈവം അദ്ദേഹത്തോട് എഴുതിപ്പിച്ചത്? എന്നിട്ട് പൗലോസ് പറഞ്ഞ വാക്കിന് ചെവി കൊടുക്കാൻ അന്നത്തെ കാലത്തും ആരും ഉണ്ടായില്ല. അതിശയമില്ല. തന്നെയുമല്ല, തൻ്റെ കൂടെ നടന്നവർ പോലും, തൻ്റെ സ്നേഹിതന്മാർ പോലും, അല്ലെങ്കിൽ ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ തനിക്ക് വളരെ ദ്രോഹം ചെയ്തു. പൗലോസ് പറയുന്ന ഈ കാര്യം തെറ്റാണ് 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 എന്ന് പറഞ്ഞു നടക്കുന്ന ഈ മനുഷ്യനെക്കുറിച്ചും പേരെടുത്ത് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നദേശ് ബ്രദറിൻ്റെ പേരെടുത്ത് പറഞ്ഞത്. ഞാൻ ആരുടെയും പേരെടുത്ത് ഒന്നും വിമർശിക്കുന്ന ഒരാളല്ല. കാരണം വചനം, നീ നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക, അങ്ങനെ നിൻ്റെ ശ്രോതാക്കളെ നീ നേടിയെടുക്കും എന്നാണ് പൗലോസിൻ്റെ ആ ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ വചനത്തിലെ ഉപദേശമാണ് എൻ്റെ മുന്നിലുള്ള ഒരു ഉപദേശം. ഞാൻ എന്നെ തന്നെയും ഈ സുവിശേഷത്തെയും വളരെ ശ്രദ്ധിച്ച്, എൻ്റെ ഉപദേശത്തെയും ശ്രദ്ധിച്ചാൽ ഇത് കേൾക്കുന്നവർ തന്നെ രക്ഷപ്പെട്ടുകൊള്ളും എന്നുള്ള ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് തർക്കത്തിനും വാദത്തിനും ഒന്നും നിൽക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. എങ്കിലും ഞങ്ങളെ പരാമർശിക്കുമ്പോൾ അതിനുള്ള മറുപടി കൊടുത്തില്ല എങ്കിൽ ആളുകൾ അവരുടെ വാക്ക് കേട്ട് വഞ്ചിക്കപ്പെടുവാനിടയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് തന്നതാണ്, അല്ലെങ്കിൽ ഒരു മറുപടി തന്നതാണ്. 7 വർഷം എവിടെ ആരംഭിക്കുന്നു, എവിടെ അവസാനിക്കുന്നു, എതിർ ക്രിസ്തുവിന് എത്ര വർഷമുണ്ട്, ഇതൊന്ന് ക്ലിയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തെറ്റിതിരുത്താനും ശാസനത്തിനും ഗുണീകരണത്തിനും ഉള്ളതാണ് വചനം. അതുകൊണ്ട് തെറ്റിതിരുത്തേണ്ടത് ആരുടെ ഭാഗത്താണ് എന്ന് ചിന്തിച്ച് അത് തെറ്റിതിരുത്തുവാനുള്ള മനസ്സ് കാണിച്ചാൽ എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായിരിക്കും. ഞാനൊക്കെ ചിന്തിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ഞാനും മോമന സിസ്റ്ററും ജോസങ്ങളും പറഞ്ഞു നമ്മുടെ നദീഷ് ബ്രദറിനെ ഇതൊന്ന് ഗ്രഹിപ്പിക്കണം. അപ്പോൾ ഒരു പ്രിയപ്പെട്ടവൻ ചർച്ചയ്ക്കായി വിളിച്ചു. ഞങ്ങൾ 2 മാസക്കാലം ചർച്ച ചെയ്തു. പക്ഷേ ആ ചർച്ചയിലൊന്നും ആരോഗ്യപരമായ ഒരു ചർച്ചയല്ല നടന്നത്. വാസ്തവത്തിൽ അതിൽ കുറേ പരിഹാസികൾ കടന്നു വന്ന് ഞങ്ങൾ പറയുന്നതിനെ പരിഹസിക്കുകയും കർത്താവ് ക്രൂശിൽ കടന്നപ്പോൾ പോലും നാക്ക് നീട്ടി പരിഹസിച്ച തലമുറയുടെ
തലമുറയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ള പരിഹാസം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ അവിടെ ആ ഗ്രൂപ്പിൽ നിന്നും അത് മാറി നിൽക്കുവാനിടയായി തീർന്നത്. കാരണം യാതൊരു പ്രയോജനമില്ലാത്തൊരു ചർച്ച. അല്ലാതെ ഞങ്ങൾ പറയുന്ന ഒന്നും ഇവർ ഗ്രഹിച്ചിട്ടുമില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. ഓമന സിസ്റ്റർ ഏകദേശം 27 വീഡിയോ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിൽ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടുകൊണ്ട് അതിൻ്റെ അറ്റവും മൂലയും എടുത്തുകൊണ്ട് ആ പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുക, തെറ്റാണെന്ന് പറയാൻ ഇവർക്കറിയാം. 4 ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഇവർ കടന്ന് ഉരുളുന്നതാണ് ഞങ്ങൾ കണ്ടത്. ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടിയില്ല. പ്രിയ നതീഷ് ബ്രദർ പറയുന്ന സുവിശേഷം ഈ റൈറ്റ് ഡിവിഷനും റൈറ്റ്ലി ഡിവൈഡും അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റും ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റും എന്നിത്യാദി ഉപദേശങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം 80% ഐക്യമത്യപ്പെട്ടവരാണ്. ഞങ്ങൾ വളരെ ബന്ധമുള്ളവരാണ്. എന്നാൽ നിങ്ങളിൽ പരസ്പരം ഭിന്നതയുണ്ടാകുന്നത് നല്ലതാണ്. കാരണം കൂടുതൽ ശ്രേഷ്ഠന്മാരായവർ ആരാണ് എന്ന് തിരഞ്ഞെടുക്കുവാൻ അത് ഉപകാരപ്പെടും. ഒരു 20% കാര്യങ്ങളിലെ ഞാനും നതീഷ് ബ്രദറും തമ്മിൽ തർക്കമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകമനസ്സോടെ ഇരിക്കുന്നവരാണ്. അപ്പോൾ തന്നെ തർക്കവിഷയം വന്നപ്പോൾ ദൈവസ്നേഹത്തിൽ അത് കൃത്യമായി മനസ്സിലാക്കുവാനും ജനങ്ങളിലേക്ക് സത്യം എത്തിക്കുവാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ യാതൊരു ഉദ്ദേശവും ഇതിൻ്റെ പുറകിലില്ല. പ്രിയമുള്ളവരെ, മറ്റൊരു സാമ്പത്തികമായ നന്മയ്ക്ക് വേണ്ടി ഒന്നുമില്ല. ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ നമ്മൾ സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ്. നമുക്കാരും സപ്പോർട്ട് ചെയ്യാനില്ല. ഒരു സഭയുടെ പിൻബലമോ ഒരു സംഘടനയുടെ പിൻബലമോ ഇതൊന്നും നമുക്കില്ല. ഏകനായി ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഞങ്ങൾ 10-15 പേരുള്ള ഒരു ദൈവസഭ. ചുരുക്കം പേരായി ഞങ്ങൾ കൂടി വന്ന് ഈ സുവിശേഷം പറയുകയും സന്തോഷിക്കുകയും ഇത് ലോകരോട് അറിയിക്കുകയും ചെയ്യുകയാണ്. പൗലോസ് പറഞ്ഞതുപോലെ ഈ ലോകത്തോട് അറിയിക്കുവാൻ ദൈവം ഈ ഒരു അവസരം നൽകി എന്ന് പറയുന്ന പോലെ ഇന്ന് ഈ സുവിശേഷം ഈ ഒരു ചെറിയ മൊബൈലിലൂടെ ഞാൻ ലോകത്തോട് അറിയിക്കുകയാണ്. അതിനുള്ള ദൈവം കൃപ തന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആരോടൊരു പരിഭവമില്ല. പക്ഷേ ശിവപണിക്കാരനായ അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ തനിക്ക് ദ്രോഹം ചെയ്തുവെന്ന് പേരെടുത്ത് പറയുമ്പോൾ ഇപ്പോൾ എന്നെ ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സുവിശേഷത്തോട് എതിർത്ത് നിൽക്കുന്നത് മറ്റുള്ള ഏതെങ്കിലും സമുദായങ്ങളല്ല, പ്രിയ നതീഷ് ബ്രദറാണ്. അതുകൊണ്ട് ഈ തെറ്റുകൾ തിരുത്തി നമുക്ക് ഒരുമനപ്പെട്ട് കൈകോർത്ത് മുന്നോട്ട് പോകുവാൻ, അല്ലേ, പൗലോസും പത്രോസും കാര്യം മനസ്സിലാക്കിയപ്പോൾ അവർക്ക് വലങ്കരം കൊടുത്ത് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയതുപോലെ നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എത്രയോ ആളുകളുടെ കണ്ണുകളെ തുറപ്പിക്കാൻ കഴിയും. നതീഷ് ബ്രദറിനെ ഒരുപാട് സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അദ്ദേഹം ഞാൻ ഈ കേരളക്കരയിൽ ചുരുക്കം പേരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ പ്രിയ ജോൺ പി തോമസ് സാറ്, അതുപോലെ നതീഷ് ബ്രദർ, ഇങ്ങനെയുള്ള നമ്മുടെ ആലുവയിലുള്ള PM വർക്കി സാറ്, ഇങ്ങനെയുള്ള ചുരുക്കം പേരെ മാത്രമേ ഈ സുവിശേഷ വേലയിൽ വളരെ നല്ല രീതിയിൽ വചനം പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ അവരോടുള്ള ബഹുമാനം നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. എൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൗലോസ് പറയുന്ന പോലെ അല്പം വിഷമിപ്പിക്കാൻ തന്നെയാണ് പറഞ്ഞത്. കാരണം അത് സ്നേഹമുള്ളവരോട് അത് പറയുമ്പോൾ അത് തിരുത്തുവാൻ, മനസ്സിലാക്കുവാൻ പ്രിയമുള്ളവരത് ചെവി കൊള്ളണം എന്നുള്ള സ്നേഹ വാക്കോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.